ഹായ് മക്കളെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ബാക്കി കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ട്രോപ്പിക്കൽ ഡിവിഷൻസും NMR അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടൻ റീജിയൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മളുടെ റീജിയണൽ ഡിവിഷൻസ് ആണ്. എന്തിൻ്റെ റീജിയണൽ ഡിവിഷൻസ്? ഹിമാലയത്തിൻ്റെ റീജിയണൽ ഡിവിഷൻസും കാര്യങ്ങളും നോക്കാം. സോ റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പഠിക്കാം. വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ, ഇതെല്ലാമാണ്. പടിഞ്ഞാറൻ ഹിമാലയമുണ്ട്, മധ്യ ഹിമാലയമുണ്ട്, അതുപോലെ തന്നെ കിഴക്കൻ ഹിമാലയമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു റീജിയണൽ ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ പർവ്വതനിരകളുടെയും ഇടയിലൂടെ ഒഴുകുന്ന സെപ്പറേറ്റിംഗ് റിവേഴ്സ് അല്ലെങ്കിൽ വേർതിരിച്ചൊഴുകുന്ന നദികളുടെ ബേസിൽ നമുക്ക് ഹിമാലയത്തിന് പ്രധാനമായിട്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ഏതെല്ലാമാണ് ആ റിവേഴ്സും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. യെസ്, നമ്മുടെ വെസ്റ്റേൺ ഹിമാലയത്തെ സെപ്പറേറ്റ് ചെയ്യുന്ന റിവറാണ് ഇൻഡസും അതുപോലെ തന്നെ കാളിയും. സെൻട്രൽ ഹിമാലയ ആണെങ്കിൽ കാളി ആൻഡ് ടീസ്ത. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഈസ്റ്റേൺ ഹിമാലയ ആണെങ്കിലോ ടീസ്തയും ബ്രഹ്മപുത്രയും. ഇങ്ങനെയാണ് നമ്മൾ റിവേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ. ഈ ഒരു ബോക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി നമുക്ക് ഓരോ ഹിമാലയാസും അതിൻ്റെ പ്രത്യേകം കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. നമ്മുടെ വെസ്റ്റേൺ ഹിമാലയത്തിൻ്റെ കുറേ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അല്ലെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വെസ്റ്റേൺ ഹിമാലയത്തെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയ. ഇനി ഇത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ഇതാണ് നമ്മുടെ മലയാളത്തിൻ്റെ ഹിമാലയൻ മേഖലയും അതുപോലെ തന്നെ വേർതിരിക്കുന്ന നദികളും. പടിഞ്ഞാറൻ ഹിമാലയമാണെങ്കിൽ സിന്ധുവും കാളിയും ഉണ്ട്. മധ്യ ഹിമാലയമാണെങ്കിൽ കാളി ആൻഡ് ടീസ്ത. കിഴക്കൻ ഹിമാലയമാണെങ്കിൽ ടീസ്തയും ബ്രഹ്മപുത്രയും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ബേസിൽ നമ്മുടെ പടിഞ്ഞാറൻ ഹിമാലയത്തിൽ കുറേ മറ്റു ഫീച്ചേഴ്സും കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് അതിനെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഏതെല്ലാമാണ്? കാശ്മീർ ഹിമാലയ ഉണ്ട്, അതുപോലെ ഹിമാചൽ ഹിമാലയ ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ഉത്തരാഖണ്ഡ് ഹിമാലയ. യെസ്, കാശ്മീർ ഹിമാലയം. കാശ്മീർ ഹിമാലയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എന്തോരം എക്സ്റ്റെൻഡ് വരെ ഉണ്ടെന്നുള്ളത് ആദ്യം പഠിച്ചു നോക്കാം. ദാറ്റ് ഈസ് എബൌട്ട് ഒരു 3.5 lakh സ്ക്വയർ കിലോമീറ്റർ ആണ്. ജമ്മു കാശ്മീർ ലഡാക്ക് റീജിയനിലാണ് എന്ത് കാണുന്നത്? ഈ ഒരു കാശ്മീർ ഹിമാലയ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. 700 കിലോമീറ്റർ ലെങ്ത് ആണുള്ളത്. അതുപോലെ തന്നെ 500 കിലോമീറ്റർ വിഡ്ത്ത് ആണ് എന്തിനുള്ളത്? കാശ്മീർ ഹിമാലയത്തിന് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഓരോ ഹിമാലയത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിൽസ് അല്ലെങ്കിൽ മൗണ്ടൻ റേഞ്ചസ് ഏതെല്ലാമാണ്, ഗ്ലേഷ്യേഴ്സ് ഏതെല്ലാമാണെന്നും നോക്കാം. ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത് സ്നോ ക്ലാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്നോ കവർ ചെയ്തിട്ടുള്ള പീക്സുകളായിരിക്കുള്ളൂ. മീൻസ് കൊടുമുടികളാണെങ്കിൽ മഞ്ഞു മൂടിയപ്പെട്ടിട്ടുള്ള കൊടുമുടികളാണ്. ഏതൊക്കെയുണ്ട്? കരക്കോറമുണ്ട്, സസ്കാർ ഉണ്ട്, അതുപോലെ തന്നെ ഇതുണ്ട് ലഡാക്ക് ആൻഡ് പിർപഞ്ചാലാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള റേഞ്ചസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കാശ്മീർ ഹിമാലയത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലേഷ്യേഴ്സ് അല്ലെങ്കിൽ ഹിമാനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ഇസ് സിയാച്ചിൻ ഉണ്ട്, ബൊൾട്ടാരോ ഉണ്ട്. സിയാച്ചിൻ ആൻഡ് ബൊൾട്ടാരോ. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവേഴ്സിൻ്റെ പേരും കൂടി പഠിച്ചു വയ്ക്കാം. ദാറ്റ് ഈസ് ഒന്ന് നമ്മുടെ ഇൻഡസ് റിവറിൻ്റെ ട്രിബ്യൂട്ടറീസ് ആണ് അല്ലെങ്കിൽ കൈവഴികൾ ആണ്, പോഷക നദികൾ. ദാറ്റ് ഈസ് രവി, അതുപോലെ തന്നെ ശലം, ഷിനാബ്, ഇതെല്ലാമാണ് മെയിൻ ആയിട്ട് വരുന്ന റിവേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ passenger movement on either side of the mountain is made possible through the mountain passes. ഇവിടെ കുറച്ച് പാസസ് ഉണ്ട്. എന്താണ് പാസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ചുരങ്ങൾ എന്ന് പറയാം. കാരണം ഒരു പർവ്വത മേഖലയിൽ നിന്ന് മറ്റൊരു പർവ്വത മേഖലയിലേക്ക് ആളുകൾക്ക് എത്തിപ്പെടാൻ വേണ്ടി അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന, രണ്ട് പർവ്വതങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വേ ആണ് നമ്മൾ എന്ത് പറയുന്ന പാസസ് അല്ലെങ്കിൽ ചുരങ്ങൾ എന്ന് പറയുന്നത്. കുറച്ച് ചുരങ്ങളുടെ പേര് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, യെസ്, passes are comparatively easier natural passages in the mountain terrains. അതായത് ഈ പർവ്വത ചെരുവുകളിൽ പെട്ടെന്ന് തന്നെ നമുക്ക് യാത്രകൾ എളുപ്പമാക്കുന്നതിനും ഒക്കെ വേണ്ടി വന്നിട്ടുള്ള ഒന്നാണ് ഈ പാസസ് അല്ലെങ്കിൽ ചുരങ്ങൾ എന്ന് പറയുന്നത്. അതിനകത്ത് ബനിഹാൽ പാസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. ഈ ഒരു ബനിഹാൽ പാസ് എക്രോസ് ചെയ്യുന്നതിലൂടെയാണ് പിർപഞ്ചാൽ റേഞ്ച് ദാറ്റ് കണക്ട്സ് ദി ജമ്മു ആൻഡ് കാശ്മീർ വാലി ഇസ് ആൻ എക്സാമ്പിൾ. ജമ്മു ആൻഡ് കാശ്മീർ വാലിനെ കണക്ട് ചെയ്യുന്ന ഏതാണ്? ഈ ഒരു ബനിഹാൽ പാസ് ഉണ്ട്. സോ ബനിഹാൽ പാസ് കണക്ട് ചെയ്യുന്നത് എന്തിനെയാണെന്ന് നോക്കാം. പിർപഞ്ചാൽ റേഞ്ച്, അത് വിത്ത് ഏതിലൂടെയാണ്? നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ വാലിനെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക്, വേൾഡിലെ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ആയിട്ടുള്ള മൗണ്ട് K2 അല്ലേ? മൗണ്ട് K2 വരുന്നത് എവിടെ തന്നെയാണ്? ഈ ഒരു റീജിയനിൽ കാശ്മീർ ഹിമാലയത്തിൽ തന്നെയാണ്. കരക്കോറ മീൻസ് കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കരക്കോറത്തിൽ തന്നെയാണത് വരുന്നത്. യെസ്,
ഇനി അതിനെ കുറിച്ച് മലയാളത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കാശ്മീർ ഹിമാലയം അത് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും ആ ഒരു റിവേഴ്സിന്റെ പേരും അതുപോലെ തന്നെ കൊടുമുടികളുടെ പേരും കൃത്യമായിട്ട് നോക്കാം. യെസ്, മാർഗ് എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മാർഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സമ്മർ മിഡോസ് ആണ്. വേനൽക്കാലങ്ങളിൽ ഈ പർവ്വതങ്ങളുടെ ചരിവുകളിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ്, വേനൽക്കാല പുൽമേടുകളാണ് മാർഗ് എന്ന് പറയുന്നത്. എന്നാൽ മഞ്ഞുകാലം വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പുല്ലുകളുടെയൊക്കെ മീതേക്ക് കുറേ മഞ്ഞ് വീണ് ആ ഒരു പ്രദേശം മൊത്തത്തിൽ ഇല്ലാണ്ടാകും. അപ്പോൾ ആ സമയത്ത് കുറേ ഫോറിനേഴ്സ് വന്ന് അവിടെ സ്കീയിങ് പോലുള്ള വിനോദങ്ങൾ അവർ ചെയ്യാറുണ്ട്, കുറച്ച് ഗെയിം കാര്യങ്ങളൊക്കെ കളിക്കാറുണ്ട്. ഇതിനകത്ത് നമ്മൾ പറയുന്നത് മാർഗിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സോൺമാർഗും അതുപോലെ തന്നെ ഗുൽമാർഗാണ്. അപ്പോൾ ഈ എക്സാമ്പിൾസും കൂടി നന്നായിട്ട് നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഹിമാലയ എന്താണെന്നാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു വെസ്റ്റേൺ ഹിമാലയനെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കാശ്മീർ ഹിമാലയ കംപ്ലീറ്റ് ആയി. രണ്ടാമതായിട്ട് പറയുന്നതാണ് ഹിമാലയയുടെ മേജർ പോർഷൻ എവിടെയായിരിക്കും, പേരിൽ തന്നെ ഉണ്ട്, എവിടെയായിരിക്കും, ഹിമാചൽ പ്രദേശിലാണ്. സോ പിന്നെ അടുത്തത് നമ്മൾ പറയുന്നതാണ് ചിനാബ് ഉണ്ട്, ചിനാബ്, രവി അതുപോലെ തന്നെ ബിയാസ്. പ്രധാനപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മൗണ്ടൻ റേഞ്ചസ് ഏതെല്ലാമാണ് ഈ ഒരു റീജിയനിലെ റിവേഴ്സ് ഏതെല്ലാമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിനാബ്, രവി, ബിയാസ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവേഴ്സ് ആണ് ചിനാബ്, രവി, ബിയാസ്. അത് കൃത്യമായിട്ട് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ധൗളധാർ അതുപോലെ തന്നെ പിർപഞ്ചാൽ ഇതെല്ലാമാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത്. ധൗളധാർ ഉണ്ട്, അതുപോലെ തന്നെ പിർപഞ്ചാലും മെയിൻ ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസ് ആണ്. ദെൻ നമ്മൾ പറയുന്നത് ഫ്രഷ് വാട്ടർ ലേക്സ് ഏതെല്ലാമാണ്, ചന്ദ്രാതൽ ഉണ്ട്, സൂര്യസ്ഥൽ ഉണ്ട്. ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു കാര്യമുണ്ട്, നമുക്ക് കൂടുതലായിട്ടും വെള്ളം ആവശ്യം വരുന്നത് എപ്പോഴാണ്, നമുക്ക് കൂടുതലായിട്ടും വെള്ളം ആവശ്യം വരുന്നത് സൂര്യനുള്ളപ്പോൾ, അതായത് ചൂട് കൂടുതലുള്ളപ്പോൾ. അപ്പോൾ ഒരു പേര് പഠിക്കാം, സൂരജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്, സൂര്യനാണ്. അപ്പോൾ സൂര്യസ്ഥലുണ്ട്, അതുപോലെ തന്നെ ചന്ദ്രാതലുണ്ട്. സൂര്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആരും വരും, ചന്ദ്രനും വരും. സോ ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ചന്ദ്രാതൽ. ഇത് രണ്ടുമാണ് പ്യുവർ വാട്ടർ ലേക്സ് എന്ന് പറയുന്നത്. യെസ്, പിന്നീട് നമ്മൾ പറയുന്നതാണ് എന്താ, നെക്സ്റ്റ് പാസിന്റെ കാര്യമാണ് പറയുന്നത്. ദാറ്റ് ഇസ് ബരാളചാല പാസ് ഉണ്ട്. അത് കണക്ട് ചെയ്യുന്നത് എന്തിനെയൊക്കെ തമ്മിലാണ്, ഹിമാചൽ പ്രദേശിനെയും അതുപോലെ തന്നെ ലഡാക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒന്നാണ് ബരാളചാല പാസ് എന്ന് പറയുന്നത്. യെസ്, ദെൻ നമ്മൾ പറയുന്നതാണ് ദാറ്റ് ഇസ് നെക്സ്റ്റ് ഒരു പാസും കാര്യങ്ങളും കൂടി നമ്മളവിടെ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് നെക്സ്റ്റ് മലയാളത്തിലും കൂടി ഒന്ന് പറയാം. യെസ്, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ബരാളചാല ചുരവും അതുപോലെ തന്നെ കുളു താഴ്വരയെ ലാഹോലും അതുപോലെ തന്നെ സിപ്തി എന്നീ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോങ്ടാങ് ചുരവുമാണ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ചുരങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. ഈ പാസസിന്റെ പേര് സെപ്പറേറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് പഠിച്ചോളൂ. ഓക്കെ, യെസ്, നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് എന്താണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നാണ്. ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് വെസ്റ്റേൺ ഹിമാലയത്തിന്റെ. ഉത്തരാഖണ്ഡ് ഹിമാലയ എന്ന് പറയുമ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന എവിടെയാണ്, റിവേഴ്സിന്റെ പേര് നോക്കാം. ദാറ്റ് ഇസ് റിവർ സത്ലജ് ഉണ്ട്, റിവർ കാളി ഉണ്ട്. റിവർ സത്ലജ് തുടങ്ങി റിവർ കാളി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇറ്റ്സ് വെസ്റ്റേൺ സൈഡ് ഇസ് നോൺ ആസ് ഗഡ്വാൾ ഹിമാലയം. ഇതിന് 2 ഭാഗങ്ങളുണ്ട്, ഒന്ന് വെസ്റ്റേൺ പാർട്ടും മറ്റൊന്ന് ഈസ്റ്റേൺ പാർട്ടും. പടിഞ്ഞാറൻ ഭാഗം അറിയപ്പെടുന്നത് ഗഡ്വാൾ ഹിമാലയം എന്നും എന്നാൽ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നത് കുമയൂൺ ഹിമാലയ എന്നുമാണ്. പടിഞ്ഞാറൻ ഭാഗം അല്ലെങ്കിൽ വെസ്റ്റേൺ പാർട്ട് ഗഡ്വാൾ ഹിമാലയ എന്നും അതുപോലെ തന്നെ ഈസ്റ്റേൺ പാർട്ട് അറിയപ്പെടുന്നത് കുമയൂൺ ഹിമാലയ എന്ന പേരിലാണ്. ആൻഡ് ഇവിടെയും കുറെ ഹൈ പീക്സ് ഉണ്ട്. അതിലൊന്നാണ് നന്ദാദേവി, കാമറ്റ്, അതുപോലെ തന്നെ ബദ്രിനാഥ്, കേദർനാഥ് എക്സാമ്പിൾസ് ആണ്. ദെൻ നമ്മൾ പറയുന്നതാണ് ഏറ്റവും മെയിൻ ആയിട്ട് നമ്മളുടെ ഗംഗാ റിവർ, ഗംഗോത്രി. അതുപോലെ തന്നെ ഗംഗാ റിവർ ഏത് ഗ്ലേഷ്യറിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗംഗോത്രിയാണ്. യമുനയാണെങ്കിൽ യമുനോത്രിയിൽ നിന്നാണ്. സോ ഈ ഒരു ഒറിജിനേറ്റ് ചെയ്യുന്ന ഗ്ലേഷ്യേഴ്സിന്റെ പേരും കൃത്യമായിട്ട് നോക്കാട്ടോ. നെക്സ്റ്റ്, ദ ഫ്ലാറ്റ് വാലി സീൻ ഇൻ ബിറ്റ്വീൻ ലെസർ ഹിമാലയത്തിനും അതുപോലെ തന്നെ നമ്മുടെ ശിവാലിക് റേഞ്ചസിനും ഇടയിൽ കാണപ്പെടുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള നിരപ്പായിട്ടുള്ള താഴ്വരകളെയാണ് നമ്മൾ ഡ്യൂണുകൾ എന്ന് പറയുന്നത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലുള്ള ഡെറാഡൂൺ. അതുപോലെ തന്നെ ദ ആൽപൈൻ സമ്മർ മിഡൌസ് അലോങ് ദി ഹയർ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടൻ സ്ലോപ്സ് ഓഫ് ദിസ് റീജിയൻ ആർ കോൾഡ് പ്യൂഗൽസ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ മാർഗ് പോലത്തെ തന്നെ കൺസെപ്റ്റ് ആണ്, പക്ഷെ ഒരു വ്യത്യാസമുള്ളൂ. ഇവിടെയുള്ള പർവ്വത നിരകളുടെ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരം കുറച്ചും കൂടി കൂടുതലായിരിക്കും. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ദ പ്യൂഗൽസ്. അതിനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾക്ക് നോക്കിപ്പോകാം. വേനൽക്കാലങ്ങളാകുമ്പോൾ ആയിരിക്കും ഈ പ്യൂഗൽസും കാണപ്പെടുന്നത്. മിഡൌസ് ആണ്, പുൽമേടുകളാണ്. എന്നാൽ
മഞ്ഞുകാലമാകുമ്പോൾ ഈ ഒരു ബ്യൂഗലിന് എന്ത് സംഭവിക്കും? അത് ബ്യൂറേഡ് ചെയ്തു പോകും, അല്ലെങ്കിൽ നശിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാം. എക്സാമ്പിൾസ് ദയാര ബ്യൂഗൽ ഉണ്ട്, മറ്റൊന്ന് ഗൊർസോൺ ബ്യൂഗൽ ഉണ്ട്. യെസ്, ഉത്തരാഖണ്ഡ് ഹിമാലയം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഗഡ്വാൾ ഹിമാലയം, അതുപോലെ തന്നെ കുമയൂൺ ഹിമാലയം, 2 ഭാഗങ്ങൾ. പ്രധാനപ്പെട്ടിട്ടുള്ള നദികൾ നന്ദാദേവി ഉണ്ട്, കാമറ്റ് ഉണ്ട്, ബദ്രിനാഥ് ഉണ്ട്, കേദർനാഥ് ഉണ്ട്. യെസ്, ഇനി അടുത്തതാണ് നമ്മൾ പറഞ്ഞു റീജിയണൽ ക്ലാസിഫിക്കേഷനിലെ രണ്ടാമതാണ് സെൻട്രൽ ഹിമാലയ. ഫസ്റ്റ് വെസ്റ്റേൺ ഹിമാലയ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയം, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ സെൻട്രൽ ഹിമാലയ അല്ലെങ്കിൽ മധ്യ ഹിമാലയം. ഈ മധ്യ ഹിമാലയത്തിന്റെ മെയിൻ പാർട്ട് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് പറയണം? നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള പോയിന്റ്, ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന റിവർ ഏതാന്ന് പറയാം. ദാറ്റ് ഇസ് കാളിയും അതുപോലെ തന്നെ ടീസ്തയാണ് സെൻട്രൽ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ്. കാളി നദിയുണ്ട്, അതുപോലെ തന്നെ ടീസ്തയുമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെൻട്രൽ ഹിമാലയത്തിന്റെ മറ്റൊരു പേരാണ് നേപ്പാൾ ഹിമാലയ. എന്താണ്? നേപ്പാൾ ഹിമാലയ എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഓൺലി ദ വെസ്റ്റേൺ സിക്കിം ആൻഡ് ദ ഡാർജിലിംഗ് റീജിയൻ ഓഫ് ദി സെൻട്രൽ ഹിമാലയ ആർ ഇൻ ഇന്ത്യ. The world's highest peak, Mount Everest, is in Nepal. Mount Kanchenjunga and the Nanda Pass and the Nadula Pass along the India-China border are located in this region. ഇവിടെ നമ്മുടെ വേൾഡിലെ ഹയസ്റ്റ് പീക്ക് ആയിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് എവിടെയാണ്? നേപ്പാളിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് ആയിട്ടുള്ള കാഞ്ചൻജംഗ, അതുപോലെ തന്നെ നാദുല ചുരവും എവിടെയായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഇന്ത്യ ചൈന ബോർഡറിലായിട്ടാണ്, ഇന്ത്യ ചൈന അതിർത്തിയിലായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, മധ്യ ഹിമാലയം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. മധ്യ ഹിമാലയത്തിനെ നമ്മൾ വേറൊരു പേരിലും കൂടി അത് അറിയപ്പെടുന്നുണ്ട്. ദാറ്റ് ഇസ് നേപ്പാൾ ഹിമാലയ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. മെയിനായിട്ട് ഇവിടെ വരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. മൗണ്ട് എവറസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മളുടെ നേപ്പാളിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് ആയിട്ടുള്ള കാഞ്ചൻജംഗയും അതുപോലെ നാദുല പാസും ഇന്ത്യ ചൈന അതിർത്തിയിലാണ് കാണപ്പെടുന്നത്. ഇനി ലാസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് ഈസ്റ്റേൺ ഹിമാലയാസ് ഉണ്ട്, അല്ലെങ്കിൽ കിഴക്കൻ ഹിമാലയം. ഈ ഈസ്റ്റേൺ ഹിമാലയസ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ചെറിയ ഹിൽസ് ആണ്. ഹിൽസ് മീൻസ് മലകൾ, കുന്നുകളായിട്ട് നമുക്ക് പറയാം. കുഞ്ഞി കുന്നുകൾ ചേർന്നതിനെയാണ് ഈസ്റ്റേൺ ഹിമാലയ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള റിവേഴ്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റിംഗ് റിവേഴ്സ്, റിവർ ടീസ്തയുണ്ട്, അതുപോലെ തന്നെ റിവർ ബ്രഹ്മപുത്രയുണ്ട്. ആൻഡ് ദിസ് ഇസ് ഓൾസോ നോൺ ആസ് ആസാം ഹിമാലയ. ഈ ഒരു ഹിമാലയനെ, ഈസ്റ്റേൺ ഹിമാലയ ഏത് പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്? ആസാം ഹിമാലയ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ ഹയസ്റ്റ് പീക്കിന്റെ പേരാണ് നംച ബർവ. എന്താണ്? നംച ബർവ. അതുപോലെ തന്നെ ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത് ആൻഡ് സുബൻസിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവേഴ്സ് ആണ്. ഈ റിവേഴ്സിന്റെ പേര്, ഈസ്റ്റേൺ ഹിമാലയത്തിലെ റിവേഴ്സിന്റെ പേര് പഠിക്കാൻ വേണ്ടി നമ്മൾ അതിൽ നിന്ന് ഒരു കോഡ് പോലെ ലോസുക്ക ബ്രഹ്മ എന്നുള്ള രീതിയിലാണ് പഠിക്കുന്നത്. ലോ ഫോർ ലോഹിത് ആണ്, സു ഫോർ സുബൻസിരി, ക ഫോർ കാമെങ് ആൻഡ് ബ്രഹ്മ ഫോർ ബ്രഹ്മപുത്ര. സോ ഇങ്ങനെയാണ് നമ്മൾ അത് നോക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നതാണ് ബോംഡില പാസ് ഉണ്ട്. അത് കണക്ട് ചെയ്യുന്നത് എന്തിനെയൊക്കെ തമ്മിലാണ്? അരുണാചൽ പ്രദേശിനെയും അതുപോലെ തന്നെ ലാസേനയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഈസ്റ്റേൺ ഹിമാലയത്തിൽ പഠിക്കുന്നത്. കുറേ പാസുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പാസും കൃത്യമായി ഏതെല്ലാം ഭാഗങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഹിമാലയത്തിൻ്റെ ഒറിജിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ് പറയുന്നത്. കാരണം നമ്മുടെ ഹിമാലയം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള റീസൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെൻറ്റ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഫലക ചലനങ്ങൾ കൊണ്ടാണ്, ശിലാഫലകങ്ങളുടെ ചലനങ്ങൾ കൊണ്ടാണ് അത് ഉണ്ടാകുന്നത്. മെയിനായിട്ട് 3 ചലനങ്ങൾ അല്ലെങ്കിൽ ചലനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാണ് നമ്മൾ പറഞ്ഞ കൺവേർജൻ്റ്, മറ്റൊന്ന് ഡൈവേർജൻ്റ് അല്ലെങ്കിൽ വിയോജിക സീമയുണ്ട്, ലാസ്റ്റ് വൺ ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഛേദക സീമയുണ്ട്. ഇതിന് കാരണം ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, കൺവേർജൻ്റ് അല്ലെങ്കിൽ സംയോജക സീമയാണ്. അപ്പോൾ ഈ സംയോജക സീമ മാറുമ്പോൾ എങ്ങനെയാണ് ആ ഒരു പ്ലേറ്റുകൾ, നമ്മൾ പറഞ്ഞു യൂറേഷ്യൻ പ്ലേറ്റ് ആണെങ്കിലും ഇന്ത്യൻ പ്ലേറ്റ് ആണെങ്കിലും മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. കാരണം നമ്മളുടെ ഈ ഒരു ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗത്താണ് കൂടുതലായിട്ടും എന്ത് കാണപ്പെടുന്നത്? ഈ ഒരു റോക്സ് കാണപ്പെടുന്നത്. ഈ റോക്സിന്റെ തൊട്ട് ഭാഗമായിട്ട്, ഈ ലിത്തോസ്ഫിയറിന്റെ തൊട്ട് താഴെ വരുന്ന ഭാഗമാണ് എസ്തനോസ്ഫിയർ. എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു മോൾട്ടൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിലുള്ള ഒന്നാണ്. ഇപ്പോൾ നമ്മളുടെ വോൾക്കാനിക് ഇറപ്ഷൻസ് അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുന്ന സമയത്താണെങ്കിൽ വരുന്ന ലാവ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? എസ്തനോസ്ഫിയർ. അപ്പോൾ താഴത്തെ ഭാഗമായിട്ടുള്ള എസ്തനോസ്ഫിയർ എന്ന് പറയുമ്പോൾ ചുട്ട് ഉരുകിയ അവസ്ഥയിലിരിക്കുന്നു. മുകളിലെ ഭാഗമായിട്ടുള്ള ലിത്തോസ്ഫിയർ ആണെങ്കിൽ പാറകളുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട്, താഴെയുള്ള മോൾട്ടൺ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഫലകങ്ങൾക്ക് മൂവ്മെൻറ്റ് വരുന്നതെന്ന് പറയാം. ഇതാണ് അതിനുള്ള മെയിൻ റീസൺ. ഓക്കെ, ബാക്കി നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ?
ഓക്കെ മക്കളെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത്രയും ടോപ്പിക്സ് കൃത്യമായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോവുക. ഓൾ ദി ബെസ്റ്റ്.